ഇന്ന് നമ്മൾ വന്നേക്കണ ഒരു പൊളികാർബൺ പൊളിക്കണ ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് നേരത്തെ ആരോ ചെയ്തു വെച്ചിരുന്നത്, ഇത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചിരുന്ന ഒരു പോളികാർബണിൻ്റെ ഒരു വർക്ക് നമ്മൾ പൊളിച്ച് രണ്ടാമത് റീസെറ്റിംഗ് ആണ്. അപ്പോൾ ഇത് പൊളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തു വെച്ചേക്കണ ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് പിന്നെ സെൻസൈഡിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് ഇതിവിടെ തന്നെയാണ്, ഈ സെൻസൈഡിൻ്റെ ഇവിടെ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തത്. അടിയിൽ സെറ്റ് ചെയ്യണതിന് വേറെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു കോൾ ഷീറ്റ് വെച്ചേക്ക് പറഞ്ഞു. കോൾ ഷീറ്റ് വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ നിന്ന് വന്നിട്ട് വെള്ളം ആ കോൾ ഷീറ്റിൻ്റെ അകത്തോടെ വന്നിട്ട് സെൻസൈഡിൻ്റെ അവിടെ വന്ന് അങ്ങനെ താഴത്തോട്ട് ചാടുകയാണ്. അപ്പോൾ അടിയിൽ മൊത്തം ലീക്ക് കാര്യങ്ങൾ, അടി വാർക്ക പൊട്ടൽ. അപ്പോൾ ഇവിടെ അവർ ചെയ്ത് വെച്ച ഒരു പരിക്കൻ ഇത് കണ്ടോ, ഒന്നാമത് ലൈൻ കമ്പിയുടെ അടുത്ത് എല്ലാം ഇത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇപ്പം അത് സ്ക്രൂ ഒക്കെ തുരുമ്പ് പിടിച്ചുകൊണ്ട് അത് അഴിയുന്നില്ല, അങ്ങനെ കാര്യങ്ങൾ. ഇതൊക്കെ വീട്ടിൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്രണ്ടിലേക്ക് പോളികാർബൺ ചെയ്യുന്നില്ല. ഏകദേശം ഒരു 2 വർഷം, മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോഴത്തേനും ഇതാണ് അവസ്ഥ. ഇപ്പോൾ പോളികാർബൺ അല്ലാതെ വേറെ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് തന്നെ ഇടുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത്രയും വില കൊടുത്തടിച്ച സാധനം പായലും പിടിച്ച് ക്ലീൻ ചെയ്യാമെങ്കിൽ ഒരു പരിധി വരെ കുഴപ്പമില്ല. ഇതിപ്പോൾ ക്രിസ്റ്റലായതിൻ്റെ പേരിൽ മാത്രം ഇത്രയെങ്കിലും പായലിൽ നിന്നു. അപ്പോൾ പ്ലെയിൻ ആയിരുന്നെങ്കിൽ മൊത്തം ഒരു മഴയും ഒരു വെയിലും വരുമ്പോഴത്തേനും പോളികാർബൺ മങ്ങിത്തുള്ളൂ. പിന്നെ നമുക്ക് വേറെ ഒന്നും നമ്മുടെ ഇവിടെ ഇതിന് പറ്റിയ സാധനങ്ങളൊന്നും കിട്ടുന്നില്ലാത്തടത്തോളം കാലം നമുക്ക് ഇത് തന്നെയല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.